നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ എന്തൊക്കെ ഭാരത്തോടെയാണോ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നത്, അതെല്ലാം അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവമാ ഇന്ന് കാര്യം നടത്തുന്നത്. ഹല്ലേലൂയ. മറ്റാരുമല്ല ഇവിടെ ക്രിയ ചെയ്യുന്നത്. ആമേൻ. സർവശക്തിമാനായ ദൈവമാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം, കർത്താവേ, കേൾക്കുന്ന വചനം എൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ ഒരു പ്രവൃത്തിയായി വെളിപ്പെടണം. ഹല്ലേലൂയ. അതേത് വിഷയമായാലും ആ വിഷയത്തിനകത്തേക്ക് ദൈവവചനത്തിൻ്റെ ശക്തി ചെല്ലുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ, ദൈവവചനത്തിന് വളരെ ശക്തിയുണ്ട്. നാം ഒരു വചനം വായിക്കുമ്പോൾ ആ വചനത്തിനകത്തെ ശക്തി ആമീൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ആമീൻ ശക്തിയുള്ളതാണ്. ദൈവത്തോളം ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ ജീവനുള്ള ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം ഒരുമിച്ച് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നിരാശപ്പെട്ടല്ല നാം മടങ്ങിപ്പോകുന്നത്, സന്തോഷത്തോടെ മടങ്ങിപ്പോകും. ഇന്ന് പകൽ അതരം തുറന്ന് പറഞ്ഞ് ഞാൻ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് നിരാശയോടെയല്ല, ഞാൻ മടങ്ങിപ്പോകുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനകത്ത് സന്തോഷങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. എൻ്റെ ദേശത്തിനകത്ത് സന്തോഷങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. എൻ്റെ തലമുറയ്ക്കകത്ത് അമിത്ര ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു വാക്കിങ്ങനെ തന്നു, ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കരുതല്ല. നമ്മൾ ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കണം. എനിക്കൊരു അസാധാരണ വിശ്വാസിയായി, ഒരു അസാധാരണ ദൈവദാസനായി, എന്നിലൂടെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നോ അത് ചെയ്തെടുക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ അഭിഷേകം ഇന്ന് പകൽ എൻ്റെ മേൽ പകരണം. ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോ ഭക്തന്മാരെ, ഓരോ ഭക്തമതികളെ ഓരോരോ ദേശത്ത് എഴുന്നേൽപ്പിച്ചെങ്കിൽ പ്രാർത്ഥിക്കണം. എൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി നിൽക്കുവാൻ എന്നെ സ്വർഗ്ഗം ഉപയോഗിക്കണം. അത് പ്രായം ദൈവത്തിന് വിഷയമല്ല. ആമേൻ. ഇന്ന് പകൽ ആര് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നുവോ ആമേൻ, സ്വർഗ്ഗം അവരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞല്ലോ ആമേൻ, ചില വരണ്ട അവസ്ഥകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാ. ആമേൻ. ദൂതനോടുള്ള ബന്ധത്തിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് തരുന്നതനുസരിച്ച് അല്പനേരം ഞാൻ പറയുകയാ. ആമേൻ. ഇന്ന് പകൽ ചിലരെ ശക്തീകരിച്ച് ദൈവം ഇവിടുന്ന് പറഞ്ഞയക്കുന്ന ദൈവമാ. ഞാൻ ബലഹീനയാണ്, ഞാൻ വാർദ്ധക്യമാണ്, ഞാൻ ചെറുതാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിപ്പാനല്ല, അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ എന്നിലും നിങ്ങളിലും ചെയ്യാൻ ആമേൻ സ്വർഗ്ഗം ആഗ്രഹിക്കുകയാ. ആര് സമർപ്പിച്ചു കൊടുക്കുമോ പരിശുദ്ധാത്മാവ് ഈ ആരംഭത്തിൽ പറയുന്നു, സമർപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ആമേൻ ചില വിടുതലുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാ. ഇതുവരെ കാണാത്ത നിലയിൽ, ഇതുവരെ ചിന്തിക്കാത്ത നിലയിൽ, ഇതുവരെ അനുഭവിക്കാത്ത നിലയിൽ ചില ആത്മീയ നിലവാരങ്ങളെ സ്വർഗത്തിലെ ദൈവം മാറ്റിമറിക്കുന്ന പകലാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ തയ്യാറാകണം. 2026 ഒരു മാസക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. ആമേ. 2-ാം മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലാണ് നാം വന്നിരിക്കുന്നത്. പറയണം, 26 ദൈവത്തിന് വേണ്ടി എനിക്ക് ചിലത് ചെയ്യണം. 26 എൻ്റെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണം. ഒരു പക്ഷേ കഴിഞ്ഞ 25 വരെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയാത്ത മനോഭാരങ്ങളോ വേദനകളോ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ആയുസ്സിനെ ദൈവം എനിക്ക് തരുന്നെങ്കിൽ, എൻ്റെ സംവത്സരങ്ങളെ ദൈവം എനിക്ക് തരുന്നെങ്കിൽ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ആ ദൈവശക്തി പ്രാപിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ ഇവിടെ അനുഭവിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എല്ലാവരെയും ഇന്ന് പകൽ തൊട്ടേ ഇവിടെ നയിക്കത്തുള്ളൂ. വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നെ തൊടും. ഹല്ലേലൂയ. ആരതരം തുറന്നു പറയുന്നു അവർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ നാവിൻ്റെ മേൽ സ്വർഗം അധികാരം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പറയണം, എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങി വന്ന ആമേൻ അനുഭവങ്ങൾ തന്ന, വിടുതലുകൾ തന്ന ആമേൻ ദൈവം എന്നെ മടക്കി അയക്കുവാനിടയായി തീരും. ഒരു ചെറിയ വേദഭാഗം വേഗത്തിൽ വായിച്ചിട്ട് അതിൽ നിന്ന് 2-3 ചിന്തകൾ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7-ാം വാക്യവും 8-ാം വാക്യവും.
എന്തോ ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിനകത്തൂടെ ഈ ദൈവസഭയ്ക്കകത്ത് ചെയ്യാനുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ആമേൻ, എവിടെയെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വചനം തന്നെങ്കിൽ എനിക്കറിയാം അതിനകത്ത് ദൈവം ചില ക്രിയകൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യമെന്നാണ് വായിച്ചത്. ഫിലദൽഫിയ സഭയോടുള്ള ദൈവത്തിന്റെ ഒരു ദൂതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത് പറയുന്നു, ഞാൻ വിശുദ്ധനാണ്, ഞാൻ സത്യവാനാണ്. ദൈവത്തിന്റെ 2 ഗുണങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഞാൻ വിശുദ്ധനാണ്, ഞാൻ സത്യവാനാണ്. ഹല്ലേലൂയ. ആ ദൈവം പറയുകയാ, ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്തവൻ അരുളി ചെയ്യുകയാ, ഞാൻ നിന്റെ സത്യവാനായ ദൈവമാ, ആരും അടയ്ക്കാതെ വണ്ണം ആമീൻ ആരും തുറക്കാതെ വണ്ണം ഈ ദിവസങ്ങൾ ഒരു വാതിൽ എനിക്കും നിനക്കും വേണ്ടി തുറന്നു തരുവാൻ എന്റെ സ്വർഗം വിശ്വസ്തനാണ്. അവൻ പറയുകയാ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ അരുളി ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകത, 3-ാമത്തെ പ്രത്യേകത, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ അരുളി ചെയ്യുന്നു. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, അവൻ ഒരു വഴി അടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പറ, എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, എന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, എന്റെ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ഒരു ദേശാധിപത്യ ശക്തികൾക്കും കഴിയത്തില്ല. കാരണം ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കൂ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കൂ. ഇവിടെ വചനം കേൾക്കുമ്പോൾ എന്റെ കുടുംബത്തിനകത്തോ എവിടൊക്കെ അടയപ്പെട്ട് കിടക്കുന്ന മേഖലകളുണ്ട്, തുറക്കാതെ എവിടൊക്കെയോ നാളുകളായി പിശാച് ഇരുട്ടിലിരിക്കുന്ന മേഖലകളുണ്ട്, ഇന്ന് പല ആത്മാവിൽ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ദൈവവചനോട് പ്രഘോഷിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിലകത്തേക്ക് കയറുമ്പോൾ അടയ്ക്കപ്പെട്ട വാതിലുകൾ ഇന്ന് പകൽ തുറക്കുകയോ യേശുവിന്റെ നാമത്തിൽ. ഏതൊക്കെ നിലവാരത്തിൽ അടയ്ക്കപ്പെടാൻ ശ്രമിച്ചോ, ഏതൊക്കെ നിലവാരത്തിൽ തകർത്ത് കളയാൻ ശ്രമിച്ചോ, ഏതൊക്കെ നിലവാരത്തിൽ ഇരുത്തിക്കളയാൻ ശ്രമിച്ചോ, പരിശുദ്ധാത്മാവ് പറയുന്നു ആ നിലവാരത്തിൽ നിന്ന് ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരെന്ന് പകൽ വിശ്വസിക്കുന്നു എൻ്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുക? ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചൊന്ന് പറഞ്ഞ് പ്രിയ ദൈവമക്കളെ, ഒരു പ്രസംഗം കേട്ട് മാർക്കിടാനല്ല ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടാണ് ഇന്ന് പകൽ പറയുന്നത്. ചിലത് തുറക്കാൻ പോകുക. നാളുകളായി പ്രാർത്ഥിച്ചു, 2025 വരെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 26ന്റെ ആരംഭത്തിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇന്ന വിഷയത്തിന് മറുപടി വന്നില്ലല്ലോ. ഇന്ന് പകൽ പറയുന്നു, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ അരുളി ചെയ്യുകയോ അവൻ എന്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടുകയോ. ആത്മാവിന്റെ ശക്തി ഇതിനകത്തേക്ക് ഇന്ന് പകൽക്കാലം പ്രവഹിക്കുകയാ. ഓരോരുത്തരുടെ മേലും ആത്മാവിന്റെ ശക്തി പ്രവഹിക്കുകയാ. എവിടൊക്കെ വചനത്തിന്റെ ശക്തി കയറി ചെല്ലണമോ അവിടൊക്കെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം കയറി ചെല്ലുകയാ. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, സഭയോട് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതിനുശേഷം പറയാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എൻ്റെ പ്രവൃത്തി അറിയുന്നൊരു കർത്താവുണ്ട്. ആ ദൈവമാണ് പറയുന്നത്, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും എന്ത് ചെയ്യാമോ അടച്ചുകൂടാൻ പറ്റത്തില്ല. പറ, എൻ്റെ മുമ്പിൽ ദൈവം തുറന്നു വെച്ച വാതിൽ ഒരു ശക്തിക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ ശക്തിയാണോ, അന്ധകാര മണ്ഡലങ്ങളാണോ, യാതൊരു ശക്തിക്കും ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുക, അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം 2 ക്ലോസ് അവിടെ പറയുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു.
3 കാര്യം കർത്താവ് പറയുന്നു. 1, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 2, ആമേൻ, നിനക്ക് അല്പവേ ശക്തിയുള്ളൂ. 3, നീ എൻ്റെ വചനത്തെ കാത്തു. 3 കാര്യം ആമേൻ ഫിലദൽഫിയ സഭയെ പറ്റി ദൈവം സാക്ഷ്യം പറഞ്ഞിട്ട് ദൈവം പറയുകയാ, ആമേൻ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് എത്ര ശക്തി ഉണ്ടെന്ന്, നിനക്ക് എത്ര ബലമുണ്ടെന്ന്, എത്ര പരീക്ഷകളെ സഹിക്കാൻ കഴിയുമെന്ന്, എത്രത്തോളം വേദനകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിൽ നീ എൻ്റെ വചനത്തെ നിഷേധിച്ചില്ല, നീ എൻ്റെ വചനത്തെ കാത്തു സൂക്ഷിച്ചത് കൊണ്ട്, നീ എൻ്റെ വചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, നീ എൻ്റെ വചനത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? എനിക്ക് വേണ്ടി സ്വർഗം ചിലത് തുറക്കാൻ പോകുക അല്ല, തുറന്നു വച്ചിരിക്കുകയാ. ഞാൻ അതിനകത്ത് പ്രവേശിച്ചിരിക്കുകയാ, ഞാൻ അതിനകത്ത് പ്രവേശിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഇനി ഞാൻ പഴയതുപോലെയല്ല, ഞാൻ ഇനി പുതിയ അനുഭവത്തിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോകുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എവിടൊക്കെ എനിക്ക് ആമേൻ വാതിലുകൾ അടയപ്പെട്ടോ, എവിടൊക്കെ എൻ്റെ മുമ്പിൽ ആമേൻ വാതിലുകൾ അടയപ്പെട്ടോ, ഇന്ന് കർത്താവ് പറയുന്നു, കുഞ്ഞേ, എനിക്കും നിനക്കും വേണ്ടി സ്വർഗം വാതിൽ തുറന്നു വെച്ചിരിക്കുക. നീ ഒന്ന് ചെയ്താ മതി, ഈ വചനം ഒന്ന് കാത്താ മതി, ഈ വചനം ഒന്ന് കാത്താ മതി. ഏത് പരീക്ഷയുടെ സമയത്തും, ഏത് പ്രതിസന്ധിയുടെ സമയത്തും മനസ്സ് പിറുപിറുക്കാതെ, മനസ്സിനകത്ത് ശങ്ക വരാതെ വചനം കാത്താൽ ആർക്കും പോകാത്ത, ആരും കാണാത്ത, ആർക്കും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ആ ദൈവപ്രവൃത്തിയെ കണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.